അറിയോ ചിലരൊക്കെ ചോദിക്കാറുണ്ട്, പ്രത്യേകിച്ച് സമസ്തയുടെ ആലിമീങ്ങളെ നെഞ്ചോട് ചേർത്തു വെക്കുമ്പോ അവരോടുള്ള സ്നേഹം നാം പ്രകടിപ്പിക്കുന്നത് കാണുമ്പോൾ ചിലരെങ്കിലും ചോദിക്കാറുണ്ട്, എന്തിനാണ് ഈ പണ്ഡിതന്മാരെ ഇത്രമാത്രം സ്നേഹിക്കുന്നത് എന്ന്. അവരോട് നമുക്ക് പറയുവാനുള്ളത്, 14 മുമ്പ് ആരംഭ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന വാക്കാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരികിലേക്ക് ഒരു സ്വഹാബി വരികയാണ്. എന്നിട്ട് ആ സ്വഹാബി ചോദിക്കുകയാണ്, എന്നാണ് ഖിയാമത്ത് നാള്, എന്നാണ് ഈ ലോകം അവസാനിക്കുന്നത് എന്ന്. ഈ പ്രപഞ്ചാണ്ട മണ്ഡലങ്ങളെല്ലാം തകർന്ന് തരിപ്പണമാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു ചോദിക്കുകയാ, വമാ അഅദതലഹാ, ആ ഖിയാമത്ത് നാളിന് വേണ്ടി എന്താണ് നീ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്ന്. ആ നേരത്തെ ആ സ്വഹാബി എന്താ മറുപടി പറഞ്ഞത്, ലാ ശൈഅ അന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹു, ലാ ശൈഅ, ഒന്നുമില്ല, എന്റെ കയ്യിൽ വലിയ ഇബാദത്തൊന്നുമില്ല, ഞാൻ ഒരുപാട് അമൽ ചെയ്യുന്നവനൊന്നുമല്ല, പക്ഷേ അന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹു, ഞാൻ അല്ലാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നവനാ. ഇതങ്ങ് പറയേണ്ട താമസം നബി തങ്ങൾ മറുപടി പറയുകയാണ്, അൻത മഅമൻ അഹ്ബബ്ത, നീ ആരെയാണോ സ്നേഹിക്കുന്നതെങ്കിൽ അവരോട് കൂടെയാണ് എന്ന്. നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നതെങ്കിൽ, നീ ആരെയാണോ അനുധാവനം ചെയ്യുന്നതെങ്കിൽ അവരോടൊപ്പമാണ് പരലോകത്ത് ഹാജരാക്കപ്പെടുക എന്ന് പ്രിയപ്പെട്ട പ്രവാചകൻ പറഞ്ഞപ്പോ അവിടെ വെച്ച് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നൊരു വാക്കുണ്ട്. ഈ വർത്തമാനം കേട്ടുകൊണ്ടിരുന്ന ആ സദസ്സിലുണ്ടായിരുന്ന അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ ഹബീബിന്റെ നാവിൽ നിന്ന് എനിക്ക് ഇത്രമേൽ പ്രിയങ്കരമായ മറ്റൊരു വാക്ക് ഞാൻ കേട്ടിട്ടില്ല എന്ന്. 10 വർഷം റസൂലുള്ളാഹിന്റെ നിഴല് പോലെ കൂടെയുണ്ടായവര്, റസൂലുള്ളാഹിക്ക് ഖിദ്മത്ത് ചെയ്തവര്, സേവനം ചെയ്തവര്, അവരാണ് അനസ് റളിയല്ലാഹു അൻഹുവെങ്കിലോ അനസ് റളിയല്ലാഹു അൻഹുവാണ് പറയണത്, എന്റെ ഹബീബിൽ നിന്ന് എനിക്ക് ഇത്രമേൽ പ്രിയങ്കരമായ മറ്റൊരു വാക്ക് ഞാൻ കേട്ടിട്ടില്ല എന്ന്. അൻത മഅമൻ അഹ്ബബ്ത, നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നതെങ്കിൽ അവരോടുകൂടെയാണ് എന്ന്.